ഹായ് ഓൾ, എന്നുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്താണെന്നറിയാമോ? ലേൺ ടു ടേക്ക് അക്കൗണ്ടബിലിറ്റി ഓഫ് യുവർ ആക്ഷൻസ്. സ്വന്തം പ്രവൃത്തിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിനെ കുറിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. പലപ്പോഴും ഞാൻ ഉൾപ്പെടെ പഠിക്കുന്ന സമയത്തുണ്ടല്ലോ, എല്ലാ പരീക്ഷയ്ക്കും മാത്സിന് മുട്ടയായിരിക്കും. മാത്സിന് മാർക്ക് കുറവുമ്പം മമ്മി തല്ലാൻ പിടിക്കുമ്പോൾ അമ്മയോട് എന്തെങ്കിലും ഒരു ലെയിം എക്സ്ക്യൂസസ് പറയും. ഒന്നല്ലെങ്കിൽ സിലബസിൽ നിന്ന് പുറത്തുനിന്നുള്ള ചോദ്യം വന്നോന്നോ, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഫാക്ടറിൻ്റെ തലയിൽ കെട്ടിവെക്കും. സത്യം പറഞ്ഞ് ഞാൻ പഠിച്ചിട്ടുണ്ടാവില്ല. ഇത് കുറേ നാൾ തുടർന്നു. ഇത് മാത്രമല്ല കേട്ടോ, നമ്മളിൽ പലരും നല്ല നമ്മളിൽ മുക്കാൽ പേരും നമ്മൾ പല നമ്മുടേതായ കാര്യം പറഞ്ഞാൽ നമ്മുടെ കയ്യിലിരിപ്പിൻ്റെയാണ് എങ്കിലും നമ്മളത് സമ്മതിച്ചു തരൂല. നമ്മൾ പറയും മറ്റവൻ അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. നമ്മൾ ദേഷ്യപ്പെട്ടതിനെ കുറിച്ച് വെച്ച് കഴിഞ്ഞാൽ എന്താ, അത് മറ്റവൻ അങ്ങനെ എന്നോട് ഇങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെ പറഞ്ഞാൽ ഞാൻ പിന്നെ ദേഷ്യപ്പെടൂലേ, ഞാൻ എന്നാ മിണ്ടായിരിക്കണമായിരുന്നു. ഈ പറഞ്ഞ പോലെ എന്ത് മോശം സംഭവിച്ചാലും ഐ ആം ദ പെർഫെക്റ്റ് വൺ എന്ന് എല്ലാവരുടെ മുമ്പിൽ പറയാറില്ലേ? ഓക്കെ, പക്ഷേ ഇപ്പം എനിക്ക് തലയ്ക്കകത്ത് ഇത്തിരി വെളിച്ചം വീണെന്നോ തോന്നണേ. എന്നാണോ ചെറുപ്പത്തിൽ ഒരു കാര്യത്തിൽ ആകെ മൊത്തത്തിലുള്ള കുരുത്തക്കേടിൻ്റെ നടുക്ക് ഒരു ചെറിയ പ്ലസ് പോയിൻ്റ് എനിക്ക് എൻ്റെ സ്വഭാവത്തിൽ തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എന്നേലും കുരുത്തക്കേട് ഒപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് ഒപ്പിച്ചു എന്ന് പറഞ്ഞേച്ച് ഞാൻ മമ്മ എടുത്തെന്ന് വെച്ച് കൈ നീട്ടിക്കൊണ്ടാണ് ചെല്ലുന്നത്, ഉറപ്പടി കിട്ടുന്നുള്ളത്. അപ്പോൾ കൈ നീട്ടിക്കൊണ്ട് എന്നേച്ച് പറയും, അമ്മ എനിക്ക് 2 തന്നേരെ ഞാൻ ഇങ്ങനെ ഒരു കുരുത്തക്കേട് ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഏറ്റു പറയുമായിരുന്നു കേട്ടോ. വലുതായപ്പോഴും എനിക്ക് ആ ഒരു ശീലം ഉണ്ടായിരുന്നു. തല്ലി മേടിച്ചു കൂട്ടും ഇഷ്ടം പോലെ. 10ാം ക്ലാസ് വരെ ടീച്ചർമാർ തല്ലി മാത്സ് ടീച്ചർമാരെ ഉള്ളത് പറയാമല്ലോ, മാത്സ് ടീച്ചേഴ്സ് എന്നോട് ക്ഷമിക്കണം, പക്ഷെ എനിക്ക് നിങ്ങളെ ആരും ഇഷ്ടമല്ലായിരുന്നു. കാരണം വേറൊന്നുമല്ല, ടോർച്ചറിങ് കണ്ടുപിടിച്ചത് ഇവരാന്ന് തോന്നുന്നു. നുള്ളിപ്പറയ്ക്കുക, തല്ലുക, എങ്ങനെയൊക്കെ എന്തൊക്കെ ശിക്ഷാരീതികളാണെന്നറിയാൻ നോക്കിയിട്ടുള്ളത്. മാത്തമാറ്റിക്സിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞ് ഒളിച്ചോടാൻ ധൈര്യമുള്ളതായിട്ട്, ഇല്ലെങ്കിൽ ഞാൻ പണ്ടേ വല്ല വഴിക്കും പുറപ്പെട്ടു പോയാണ്. ബിക്കോസ് മാത്സിൻ്റെ ബുക്ക് തുറക്കുമ്പം ആ താരേ സമീൻ പറഞ്ഞുള്ള സിനിമയില്ലേ, അതിലെ കുട്ടിയുടെ അവസ്ഥയില്ലേ, അക്ഷരങ്ങളിങ്ങനെ പറന്നു കിടക്കണേ, ഇത് തന്നെയായിരുന്നു എൻ്റെ അവസ്ഥയും. എൻ്റെ അവസ്ഥ അന്ന് ആരെങ്കിലും കണ്ടുപിടിച്ചായിരുന്നു എന്നെ വെച്ച് സിനിമ ചെയ്തേനെ. എന്നാലും പോട്ടെ, അന്ന് പറ്റിയില്ല. പക്ഷേ ഇത് ഒക്കെ പറഞ്ഞൊക്കെ വിട്ടിട്ട് നമ്മൾ ടോപ്പിക്കിൽ നിന്ന് വഴിമാറി പോകുന്നു. സോ നമ്മുടെ മെയിൻ സംഭവം എന്താണ്? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നുള്ളത്. എനിക്ക് സ്കൂൾ ടൈം ഞാനൊരു വമ്പേ പരാജയമായിരുന്നു. ആകെയുള്ള സന്തോഷം സ്കൂളിലുള്ള ഡാൻസ് മാത്രമായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പ്രീ ഡിഗ്രിക്ക് ചെന്നു. അപ്പം നമുക്ക് എന്താ സന്തോഷം? സ്കൂൾ ടൈമിന് യൂണിഫോമിന് മോചനം, വലിയൊരു കോളേജ്. ഇവിടെ ചെന്നപ്പോൾ ഐ വാസ് സോ ഹാപ്പി ബിക്കോസ് ഐ ഗോട്ട് നല്ല ഫ്രണ്ട്സിനെ കിട്ടി, ഭയങ്കര ഹാപ്പി ആയിട്ട് പോണു. പക്ഷേ അവിടെ അടുത്ത പ്രശ്നം വരുന്നു. സെക്കൻഡ് ഗ്രൂപ്പ് എടുക്കാൻ പോയത് കാരണം ഈ പറഞ്ഞ പോലെ ദേണ്ട വരുന്നു കെമിസ്ട്രി. ഒരു കുന്തോ അറിഞ്ഞൂടാ. കെമിസ്ട്രി ക്ലാസ് പക്ഷെ പഠിപ്പിക്കാൻ നല്ലൊരു അധ്യാപകൻ സ്വാമി സാർ അന്ന് ക്ലാസ്സിൽ പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. എൻ്റെ ജീവിതത്തിൽ അത് ഭയങ്കരമായിട്ട് ഉപയോഗപ്പെട്ടിട്ടുമുണ്ട്. സാറിങ്ങനെ ക്ലാസ്സിൽ ഫോർമുലാസ് ചോദിക്കുമ്പോൾ കെമിസ്ട്രിയുടെ ഒന്നും അറിയാൻ പാടില്ലല്ലോ. കെമിസ്ട്രിയുടെ എല്ലാത്തിൻ്റെയും നെയിംസ് ചോദിക്കുമ്പോൾ നമുക്ക് തലയിൽ നിൽക്കൂല. അല്ലെങ്കിൽ തന്നെ അത് തലയിൽ നിന്നെങ്കിൽ ഞാനൊക്കെ ആരായനെ. അപ്പം എൻ്റെ തലയിൽ നിൽക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം പിന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴേക്കും നമ്മളൊക്കെ ഇങ്ങനെ മിക്ക ദിവസം എണീച്ച് നിൽക്കുമ്പം സാറ് ചോദിച്ചു, എന്താ പഠിക്കാതിരുന്നേ? അപ്പോൾ ഓരോരുത്തരും മുതൽ തുടങ്ങും. ഇന്നലെ സാർ കറണ്ട് ഇല്ലായിരുന്നു, എനിക്ക് ബസ് വൈകിപ്പോയി, ഇന്നലെ ഉറങ്ങിപ്പോയി മുതൽ ഇഷ്ടമാതിരി ലെയിം എക്സ്ക്യൂസസ്. മിക്ക എക്സ്ക്യൂസസും മറ്റുള്ളവരെ പഴി ചാരിയിട്ടുള്ള എക്സ്ക്യൂസസ് മാത്രമാണ് കേട്ടോ. അപ്പം ഞാനും പറഞ്ഞു അങ്ങനെ എന്തോ ഒരു എക്സ്ക്യൂസ്. സാർ അന്നേരം പറഞ്ഞു, ഇതെല്ലാം ഞാൻ കേട്ടു, പക്ഷെ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാതിരുന്നതിൻ്റെ മെയിൻ ഉത്തരവാദിത്തി നിങ്ങളാണ്, അല്ലാതെ ബാക്കിയൊക്കെ എക്സ്റ്റേണൽ കണ്ടീഷൻസ് ആണ്. നിങ്ങൾ ഇതെല്ലാം തരണം ചെയ്തും പഠിച്ചവർ ക്ലാസ്സിലുണ്ടല്ലോ ഇല്ലേന്ന് ചോദിച്ചു. ശരിയല്ലേ? ഇപ്പം ഞാൻ എൻ്റെ കൊച്ചുങ്ങളോട് ഇതാ പറയുന്നത്, നമ്മളിത് അത്യാവശ്യം കുരുത്തക്കേടൊക്കെ കാണിച്ചുകൊണ്ട് ഇവർ ഓരോ കുരുത്തക്കേട് പറയുമ്പോൾ നമുക്ക് കത്തൂലോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച എനിക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ മോട്ടിവേഷൻ, ഞാൻ ഞങ്ങളുടെ പള്ളിയിലും സൺഡേ സ്കൂളിലൊക്കെ കൊച്ചുങ്ങൾക്ക് മോട്ടിവേഷൻ ക്ലാസ്, അപ്പോൾ ഈ സെയിം ടോപ്പിക്ക് അവർക്കും എടുത്തത്. അപ്പോൾ അവരോട്
നിങ്ങളോട് ഞാനിങ്ങനെ പറഞ്ഞൊരു കാര്യം മാത്രമേ ഉള്ളൂ, നിങ്ങൾ എന്നാ ചെയ്താലും എന്നെ ആയാലും നമ്മൾ 100% നല്ല ആൾക്കാരൊന്നും അല്ല. കുരുത്തക്കേട് അത്യാവശ്യം നന്നായിട്ട് എല്ലാവരും തന്നെ ചെയ്തിട്ടുണ്ട്. ചിലരുണ്ടാവും എക്സെപ്ഷണൽ കേസസ്, പക്ഷേ ഭൂരിഭാഗവും എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുള്ള മനുഷ്യരായിരിക്കും. ഈ തെറ്റുകൾ ചെയ്യുമ്പോൾ ഇപ്പം ഞാൻ നന്നായി പഠിച്ചു, എനിക്ക് 100-ൽ 100 മാർക്ക് കിട്ടി, അതെൻ്റെ ഒരു അച്ചീവ്മെൻ്റ് ആയിട്ട് 10 പേരോട് എനിക്ക് കാണിക്കാനും 2 ഫോട്ടോ എടുത്ത് വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഇടാനും സ്റ്റാറ്റസ് ഇടാനും ഒക്കെ ഞാൻ മത്സരിക്കുമ്പോൾ നേരെ മറിച്ച് എനിക്ക് ഒരു പേപ്പറിൽ മുട്ട കിട്ടി, ആ മുട്ട എടുത്തിടാനുള്ള ഞാൻ കാണിക്കണം. കാരണം 2 എഴുതിയത് ഞാൻ തന്നെയല്ലേ. അത് ഞാൻ പിള്ളേർക്ക് പറഞ്ഞു കൊടുത്തു. മക്കളെ, നിങ്ങൾ ചെയ്യുന്ന ആക്ഷൻ്റെ ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുക്കുക. നിങ്ങളുടെ പ്രോഡക്റ്റാണ് അത്. വാട്ട് എവർ യു ഡു, ദ മെയിൻ ആൻഡ് ദ സോൾ റെസ്പോൺസിബിലിറ്റി ലൈസ് വിത്ത് യു ഓൺലി. താൻ പാതി ദൈവം പാതി എന്ന് കേട്ടിട്ടുണ്ടോ? തൻ്റെ പാതി താൻ ചെയ്തില്ലെങ്കിൽ ദൈവത്തിൻ്റെ പാതി ദൈവം എന്നാണിച്ച് ചെയ്യുക? നൂലെ കെട്ടി ഇറക്കി വെക്കാൻ പറ്റുമോ? എക്സാമിന് നമ്മൾ എത്ര മെഴുകുതിരി കത്തിക്കാറുണ്ട്. പേന അതെ അച്ഛനെ കൊണ്ട് വാഴ്ത്തി മേടിക്കും, കുരിശ വാഴ്ത്തി കഴുത്തേലിടും. പരീക്ഷയ്ക്ക് എന്നാ മുട്ട എഴുതി വെക്കാൻ പഠിച്ചില്ലെങ്കിൽ? നമ്മൾ പഠിക്കണം. ഈ പഠിച്ച കാര്യങ്ങൾ സമയത്ത് ഓർമ്മ വരാനായിട്ട് അതെങ്ങനെയാണ്? അന്നന്ന് പഠിക്കണം. അല്ലാണ്ട് തലേദിവസം കുത്തിയിരുന്ന് എന്നെ പോലെ പഠിക്കുകയല്ല ചെയ്യേണ്ടത്. അന്നന്ന് പഠിക്കുവാണെങ്കിൽ എന്നിട്ട് ഈ പറഞ്ഞ പോലെ പരീക്ഷയ്ക്ക് മുമ്പ് പ്രാർത്ഥിച്ചിട്ട് പോവുക, ദൈവമേ ഞാൻ പഠിച്ചതൊന്ന് ഓർമ്മ വരണേന്ന്. അല്ലാണ്ട് പഠിക്കാണ്ട് പോയിട്ട് ദൈവമേ എന്നെ പാസ്സാക്കണം, എനിക്ക് 100-ന് 100 എന്ന് പറഞ്ഞാൽ ദൈവം പെട്ടു പോവുള്ളൂ കേട്ടോ. അപ്പോൾ എന്നെ കേൾക്കുന്നതായ എൻ്റെ ഫ്രണ്ട്സ്, പഠിക്കുന്ന കുട്ടികളായിക്കൊണ്ട് കേട്ടെ, അമ്മമാരും ആയിക്കോട്ടെ കേട്ടോ. ഞാൻ എന്തെങ്കിലും, നമ്മളെല്ലാവരും നമ്മൾ ഹൗസ് വൈഫ്സ് ആണെങ്കിൽ വീട്ടിൽ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേടോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ പറഞ്ഞു പോകും. ചിലപ്പോൾ ദേഷ്യം നമുക്ക് അങ്ങേറ്റായിരിക്കുമല്ലോ. അമ്മാതിരി ചെയ്തായിരിക്കും നമ്മുടെ പിള്ളേരും ബാക്കിയുള്ളവരൊക്കെ നമ്മളോട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ അരിശത്തിൻ്റെ പുറത്ത് നമ്മൾ പറയണ പല കാര്യങ്ങളും എന്താ ഉണ്ടാവുക, ചില കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് തിരിച്ചെടുക്കാൻ ഇച്ചിരി പാടാം. ഒരു ക്ഷമ ചോദിച്ചോന്നേ, അതിൽ നമ്മൾ ചെറുതായി പോകണമെന്നൊന്നുമില്ല, നമ്മൾ ഇച്ചിരി വലുതാവത്തേ ഉള്ളൂ. അപ്പോൾ ഇനി എന്തെങ്കിലും ഇതുപോലെ അരുതാത്തത് വായിന്ന് വന്നു പോയാൽ മക്കളോടായിക്കോട്ടെ, കുടുംബാംഗങ്ങളോടായിക്കോട്ടെ, സുഹൃത്തുക്കളോടായിക്കോട്ടെ, അവരുടെ അടുത്ത് ചെല്ലുക. നമ്മുടെ ശാന്തമായി കഴിഞ്ഞിട്ട് ചെല്ലാവുള്ളൂ. അവരോട് പറയുക, എൻ്റെ മനസ്സ് ശരിയല്ലായിരുന്നു, ഞാൻ ഒരു ദേഷ്യത്തിൻ്റെ മൂഡിലായിരുന്നു, പറഞ്ഞു പോയതിന് ക്ഷമിക്കുക, ചോദിക്കുക. അവിടെ നിങ്ങൾ വലിയവരാവുക ചെയ്യുക, ചെറുതായി പോകുന്നില്ല. അതെനിക്ക് മനസ്സിലായ, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ. എൻ്റെ മക്കളോടാണെങ്കിലും ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ അരിശത്തിൻ്റെ അങ്ങറ്റത്തിരിക്കുന്ന സമയത്താണെങ്കിൽ ചിലപ്പോൾ അരുതാത്തത് വായിന്ന് വരും, ചീത്ത വിളിക്കും അവരെ, ചിലപ്പോൾ തല്ലിന്നും വരും. ഇതെല്ലാം കഴിയുമ്പോൾ നമുക്ക് സങ്കടം വരും. കാരണം നമ്മൾ എന്തോരം കഷ്ടപ്പെട്ട് ഉണ്ടായ കൊച്ചുങ്ങളാണ്, എന്തോരം പ്രാർത്ഥിച്ചിട്ടുണ്ടായ കൊച്ചുങ്ങളാണ്. അപ്പോൾ അവർ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നമുക്ക് സഹിക്കുമോ? നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റൂല അവരോട് പോയി അവരുമായിട്ടൊന്ന് കൂട്ടാവാതെ. അപ്പോൾ അവരോട് പറയും, അമ്മയല്ലേ അപ്പ ഇതുപോലെ ഒത്തിരിയും കഷ്ടപ്പെട്ടാണ് നിങ്ങളെ പഠിപ്പിക്കുന്നതെന്നും വളർത്തുന്നതെന്നും. അപ്പോൾ എന്നെ കേൾക്കുന്ന കുഞ്ഞുമക്കളുണ്ടെങ്കിൽ അവർ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പനും അമ്മയും എന്തോരം കഷ്ടപ്പെട്ടാണെന്നറിയാമോ നിങ്ങളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് പഠിക്കാനുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്താൽ മാത്രം പോരല്ലോ, കൂടെ ഇരുത്തി പഠിപ്പിക്കണം, ട്യൂഷന് കൊണ്ടുപോകണം, സ്കൂളിൽ കൊണ്ടുപോകണം, വിടണം. എന്തൊക്കെ റെസ്പോൺസിബിലിറ്റി ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ അമ്മമാരുടെയും അപ്പന്മാരുടെയും ഭാഗത്ത് നിന്ന് ആലോചിച്ച് നോക്കി, അവരുടെ തലയുടെ മോളെ കൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് ഓടുന്നത്. ഇതെല്ലാം അവർ ചെയ്തിട്ടാണ് അവർക്ക് കിട്ടാത്തതെല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഷ്ടപ്പെടുകയാണ് അവർ. അപ്പോൾ എന്താ ചെയ്യേണ്ടത് നമ്മുടെ കുഞ്ഞുമക്കൾ? നിങ്ങൾക്കാകെ ഞങ്ങൾ പറയുന്ന ഉത്തരവാദിത്തം എന്നതാ? പഠിക്കണം. പഠിച്ചാൽ മാത്രം പോരാ, തിന്ന പാത്രം കഴുകിയേക്കണം, അവനവൻ്റെ കുപ്പായം കഴുകാൻ പഠിക്കണം. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഇപ്പം അമ്മയോ അപ്പനോ ഇല്ലാണ്ടായി എന്ന് വെച്ചാൽ ജീവിക്കണ്ടേ? കൂടെ മരിക്കാൻ പറ്റുമോ? പറ്റൂല. നാളെ നിങ്ങൾ ഹോസ്റ്റലിൽ പോയാൽ എന്ത് ചെയ്യും? തുണി തിരുമ്പാൻ കൊണ്ടുവന്ന് ഇടുവോ? ഇട്ട കുപ്പായം അതുപോലെ അങ്ങോട്ട് ഊരി അണ്ടർഗാർമെൻറ്റ്സ് വരെ കൊണ്ടുവന്നാൽ കൊട്ടയ്ക്കകത്ത് ഇട്ടിട്ട് കഴിഞ്ഞാൽ അതെടുത്ത് കഴുകണം. അത് ചെയ്യരുത്. കുഞ്ഞുമക്കൾ ചെയ്യേണ്ട, നമ്മൾ അമ്മമാർ അവരെ പഠിപ്പിക്കേണ്ട മെയിൻ സംഭവം. ഞാനെന്തൊക്കെ പറയേണ്ട, എൻ്റെ മക്കൾ ചെയ്യത്തൊന്നുമില്ല, പക്ഷേ എനിക്ക് അവർ ചെയ്യണമെന്ന് ആഗ്രഹം തോന്നുന്ന ഒരു കാര്യമാണ്. അവനവൻ്റെ പാത്രം കഴുകണം, അതവർ കഴുകാറുണ്ട്. പക്ഷേ അണ്ടർഗാർമെൻറ്റ്സ് നിർബന്ധമായിട്ടും നമ്മൾ കഴിയിപ്പിക്കണം. ഇതൊക്കെ നമ്മുടെ അമ്മമാരുടെ ഡ്യൂട്ടി തന്നെയാണ്. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ വഴിനടനം കൊടുത്തോ, എന്നാലും അതവർ പഠിച്ച് ഇപ്പം അവർ മടി പിടിച്ച് ചെയ്താലും നാളെ അവർ നമുക്ക് താങ്ക്സ് പറയും. കാരണം അവരെ നമ്മൾ സെൽഫ് സഫിഷ്യൻ്റാക്കി വളർത്തുക. അത്യാവശ്യം നമ്മളില്ലേലും ഒരു മുട്ട പൊരിക്കാനും ഒരു ചായ ഉണ്ടാക്കാനൊക്കെ പഠിപ്പിക്കുക. അതുപോലെ അവരെന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവരത് പറയാൻ വരുമ്പോഴേക്കും പടിയെടുത്ത് രണ്ടെണ്ണം കൊടുക്കുകയല്ല വേണ്ടത്, അത് കേട്ടിരിക്കുക. ചിലപ്പോൾ നമുക്കങ്ങ് ദേഷ്യം വരും, ബിക്കോസ് നമുക്ക് പൊറുക്കാൻ പറ്റാത്ത ചെറ്റുകളൊക്കെ ചിലത് ചെയ്തിട്ട് വന്നിട്ടായിരിക്കും കുമ്പസാരിച്ച് തലയും കുപ്പിട്ട് നിൽക്കുന്നത്.
ബട്ട് ദെൻ അറ്റ്ലീസ്റ്റ് അവർ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. നമ്മൾ എക്സ്ട്രാ ദേഷ്യമുള്ളവരായ എന്താ പ്രശ്നം എന്നറിയാമോ? മക്കളുടെ ജീവിതത്തിൽ നടക്കുന്ന പലതും നമ്മൾ അറിയാതെ പോകും. അപ്പോൾ മക്കളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാവുക, അവർക്കൊരു ഇൻസ്പിറേഷൻ ആവുക, അവർക്കൊരു കൂട്ടുകാരാവുക. ചില സമയത്ത് അവരെ ശാസിക്കുകയോ വേണ്ടി നടനം കൊടുക്കുകയും ചെയ്തു. കേട്ടിച്ച് വിട്ടാലും എത്ര വലുതായാലും മക്കൾ തന്നെയാണ്. ഞാനിപ്പോൾ എൻ്റെ അമ്മോട് പറയുമല്ലോ, ചിലപ്പോൾ എനിക്കുണ്ട് ഈ അരിശം. ചിന്തന കഴിയുമ്പോൾ മമ്മിയുടെയും പറയും, വേണേ നടനം കൊടുത്തു തന്നേരെ, ചെറുപ്പത്തിൽ കുറേ തന്നതല്ലേ, കുഴപ്പമില്ലമ്മേ, അടിക്കണമെങ്കിൽ അടിച്ചോട്ടോ എന്ന് പറയും. കാരണം എന്താണെന്ന് വെച്ചാലേ അവരുള്ളപ്പോൾ അവരോടല്ലേ നമുക്ക്. നമ്മളെപ്പോഴാണ് കുട്ടികളായിരിക്കുന്നത്? നമ്മുടെ അപ്പനും അമ്മയും ഉള്ളപ്പോഴല്ലേ. അവർ പോയാൽ പിന്നെയോ നമ്മളെ ആരെങ്കിലും കരുതാറുണ്ടോ? നമ്മുടെ ശബ്ദത്തിലെ മാറ്റം, നമ്മുടെ മുഖത്തെ വാട്ടം, ഇത് വേറെ ആരെങ്കിലും ശ്രദ്ധിക്കൂ? നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? ശ്രദ്ധിച്ചിരിക്കും. ഈ സീരീസ് ചേർത്ത് പിടിക്കൽ സീരീസ് കണ്ടിന്യൂസ് ടെൽ. തെറ്റുകൾ, സ്വന്തം തെറ്റുകൾ ഏറ്റുപറയാനുള്ളതും ക്ഷമ ചോദിക്കാനുള്ളതും മനസ്സ് കാണിക്കുക, സ്വന്തം ആക്ഷന് റെസ്പോൺസിബിലിറ്റി എടുക്കുക. ഇത് രണ്ടും എടുത്ത് നിന്ന് കുട്ടികളെയോ മുതിർന്നവരെയോ ഒക്കെ നമ്മളെടുത്ത് അവരുടെ തെറ്റുകൾ ഏറ്റു പറഞ്ഞ് സോറി പറയാൻ വരുമ്പോൾ അവരെ ഞങ്ങൾ ചേർത്ത് പിടിച്ചേക്കുക, രണ്ടും ഉമ്മയും കൊടുത്തേക്കുക. യു ദ ബെസ്റ്റ്. അപ്പോൾ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. അപ്പം നമുക്ക് വീണ്ടും കാണാം. ബൈ.